വലിയ ചൂടെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ തണുപ്പാണ് പുറത്ത്. കഞ്ചാവ് കട കാണിച്ചു കൊടുക്കാം. 5 പൈസ കിട്ടില്ല ഗൈസ്. പന്നിക്കുട്ടന്റെ ചെവിയൊക്കെയാ. ഇതൊക്കെ എങ്ങനെ ആൾക്കാർ കഴിക്കുന്നതെന്ന് എനിക്കറിയില്ല. അയ്യോ ഇപ്പൊ തെന്നിപ്പോയാനെ അമ്മേ കണ്ടോ ഈശ്വര ബൂ ഇപ്പൊ തെന്നിയാനടാ. നീ എന്നൊരു വികാരം ഇല്ല നടക്കുന്നത്. ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാ കേട്ടോ. ഇന്നിപ്പോൾ ഫ്രൈഡേയാ, വീക്കെൻഡ് ആകുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഷോപ്പിങ്ങും പിന്നെ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു. സോ ഈവനിങ് വാക്കാണ് മെയിനായിട്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങിച്ചിട്ട് വരും. എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ടങ് ട്വിസ്റ്റർ പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. എൻ്റെ കയ്യിലെ ഗ്ലൗസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം തണുപ്പുണ്ട് ഇവിടെ നിന്ന്. ശരിക്കും ഞാൻ സംസാരിക്കുന്ന മാറിപ്പോകുന്നുണ്ടല്ലേ. കിരണുണ്ട് കേട്ടോ. കിരൺ ഒരു ഹൈ കൊടുക്കൂ. ഇപ്പം ഇവിടെ തണുപ്പ് എത്രയെന്നറിയോ? -2 ആണ്. പക്ഷേ ഫീൽസ് ലൈക്ക് -12. നല്ല സുഖമാണ്. അതുകൊണ്ട് മഞ്ഞ് കണ്ടോ, കഴിഞ്ഞ ദിവസം പെയ്ത മഞ്ഞാണ്. ഇതുവരെ അടുത്ത് പോലും പോയിട്ടില്ല. ബിക്കോസ് അത്രയ്ക്ക് തണുപ്പാണ് ഇവിടെ. തണുപ്പ് കൂടിയതുകൊണ്ട് തന്നെ മഞ്ഞിങ്ങനെ മെൽറ്റായി പോവാണ്ട് കിടക്കുവാണ്. ഈ വീഡിയോ എടുക്കണമെങ്കിൽ ഗ്ലൗസ് ഇടാണ്ട് ക്യാമറ പിടിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗ്ലൗസ് മെയിനായിട്ട് ഇട്ടതിൻ്റെ ഉദ്ദേശം. ഇവിടെ ആക്ച്വലി 3 മണി ആയതേ ഉള്ളൂ. 4:45 4:30 ആകുമ്പോഴത്തേക്കും സൺസെറ്റ് ആണ് കേട്ടോ. അപ്പം 3 മണിയുടെ ഒരു ലുക്കാണ് നിങ്ങൾ കാണുന്നത്. ഇരുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ളായിട്ട് ഇരുട്ടായി ഡാർക്കാവേ. നമ്മൾ ക്രോസ് ചെയ്യുക കേട്ടോ. ഒണ്ടാരിയോയിലെ ഹാമിൽട്ടൺ എന്നുള്ള സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഹാമിൽട്ടണിലെ ഡൗൺ ടൗൺ ആണിത്. ഡൗൺ ടൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ എന്താ പറയുക ഷോപ്സ്, അത്യാവശ്യമുള്ള ഷോപ്സും മോളും ഒക്കെ അടുത്തുണ്ട്. നമുക്ക് നടന്നു പോകാൻ ദൂരമേ ഉള്ളൂ. നിങ്ങൾ ക്രോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതെ നമ്മൾ ക്രോസ് ചെയ്യുക. വലിയ ലിമോ. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. അതുപോലെ നാക്കൊക്കെ ഇങ്ങനെ കുഴഞ്ഞു പോകുന്നുണ്ട് തണുത്തിട്ട്. അപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഡൗൺ ടൗണിൽ കൂടെ. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ വീക്കെൻഡൊക്കെ ചില്ല് ചെയ്യാൻ വേണ്ടി ഓഫീസിൽ നിന്നൊക്കെ നേരത്തെ ഇറങ്ങിയതാവും. കുട്ട എങ്ങനെയുണ്ടോ തണുപ്പ്? കുഴപ്പമില്ല. എന്നാലും എത്ര റേറ്റിംഗ് കൊടുക്കും തണുപ്പിന്? ഓൺ 10 എത്ര കൊടുക്കും തണുപ്പിന്റെ ആ ഒരു ഇന്റൻസിറ്റിക്ക്? 5 ഉള്ളൂ. നമ്മൾ നടന്ന് ടാക്സിൻ സ്ക്വയർ മോളിലെത്തി. അപ്പം നമ്മൾ ഹെൽത്തി ഡയറ്റ് ഫുഡാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി ചിക്കൻ എടുക്കുമായിരുന്നു. 3 എണ്ണത്തിന് $5 ഉള്ളൂ. അപ്പം ഞാൻ നല്ലത് നോക്കി തട്ടി എടുക്കുവാണേ. നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടി മല്ലിയില എടുക്കുവാണ്. പച്ച മീൻ വാങ്ങിക്കാൻ അറിയാം. പച്ച മീൻ പ്രോൺസ് എടുക്കാൻ വേണ്ടി നോക്കുവാണ്. ഇതൊക്കെ മീനാട്ടോ. എന്ത് മീനാണെന്ന് മനസ്സിലാവുന്നില്ല. എന്നാലും ഓക്കെ. അപ്പോൾ കിട്ടാനുള്ള കിട്ടി ഞങ്ങൾ ഞങ്ങോട്ട് ഇറങ്ങട്ടെ. പഠിക്കാം ഗൈസ്. ഇത് കണ്ടോ, ഞാൻ അവിടെ നിന്ന് സാധനം എടുത്തു. ടേസ്റ്റ് ചെയ്ത് നോക്കടാ. കൊള്ളാം കേട്ടോ, നൈസായിട്ട്. ഇവിടെ എല്ലാം ബ്രെഡ് ഐറ്റംസ് ആണ്. ചുമ്മാ വേറെ നോക്കാം എന്തെങ്കിലും നല്ലതും കിട്ടിയാലോ. സ്നാക്സ് ആൻഡ്
അങ്ങനത്തെ ഐറ്റംസിൻ്റെ ഒരു കലവറിയാണ് ഗൈസ്. ഇവിടെ മൊത്തം ഇങ്ങനെ ഫ്രഷായിട്ട് ചൂടോടെ ഉണ്ടാക്കി വയ്ക്കുന്ന ഐറ്റംസാണ്. ഇത് നമ്മൾ ഓൾറെഡി പ്രോൺസ് എടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കണോയെന്ന് ഞങ്ങളിങ്ങനെ നോക്കുക. ഞങ്ങൾ നിങ്ങളെ കാണിച്ച് കൊതിപ്പിച്ചു. ഇനി ഞങ്ങൾ നോക്കട്ടെ കേട്ടോ. പോർക്കിൻ്റെ ഇയറോ പന്നിക്കുട്ടൻ്റെ ചെവിയൊക്കെയാണ്. ഇതൊക്കെ എങ്ങനെ ആൾക്കാർ കഴിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇവിടെ ഉള്ളവർക്ക്. നമുക്ക് ഒന്നും പറ്റില്ല. ചിക്കൻ ഗൈസ്, ഡക്ക് BBQ ഡക്ക്. ഞങ്ങൾ ഈവനിങ് പോക്കെല്ലാം കഴിഞ്ഞിട്ടാണ് മുകളിലോട്ട് കയറി. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടായിരുന്നു, അങ്ങനെ കയറിയതാണ്. അപ്പോൾ ഇവിടെ അടയ്ക്കുന്നതിന് മുന്നേ ഇങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടോ. അവിടെ എല്ലാം ഫുഡാണ്, ഞാൻ കാണിച്ചു തന്നല്ലോ ഓൾറെഡി. ഇങ്ങനെ വിറ്റ് തീർക്കും അവർ സാധനങ്ങളെല്ലാം, ഫ്രഷായിട്ട് ഉണ്ടാക്കി വെച്ചതെല്ലാം. ഈ സമയം എല്ലാവരും ഓഫീസിൽ നിന്നൊക്കെ വന്ന് വാങ്ങിക്കും എന്നറിയാം അവർക്ക്. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ എടുത്ത് വെക്കും. ബാബ സോസേജ് വേണോ? ഇതാണ് നമ്മൾ വാങ്ങിക്കുന്ന സോസേജ്, മേപ്പിൾ ലോട്ട് എന്നുള്ള ബ്രാൻഡിൻ്റെ. ഇതിലേതെങ്കിലും വേണോ? ഇവിടുത്തെ തിരക്ക് കണ്ട് ഞങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്. എന്താ ഇത് പൊങ്ങി വരാത്തത്? ഓക്കെ, ഓക്കെ ഡൺ. ഇവിടെ GST HST ടാക്സസ് കട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസത്തേക്ക്. ചില പെർട്ടിക്കുലർ സാധനങ്ങൾക്ക് മാത്രമേ ടാക്സ് കട്ടാവുന്നുള്ളൂ, കുറച്ച് ദിവസത്തേക്ക് മാത്രം, ഫെബ്രുവരി വരെ. അപ്പോൾ ഞങ്ങളിത് എവിടെ നിന്ന് ഇറങ്ങിയതേ, ഒരു കവർ നിറച്ച സാധനങ്ങളൊക്കെ ഉണ്ട്. NCBU നമ്മൾ വീക്കെൻഡ് ആയതുകൊണ്ട് ഡ്രിങ്ക്സ് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കയറുക. അയ്യോ നല്ല തിരക്കുണ്ട് ഗൈസ്. ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി സമോസയും ചായയും പറയാൻ പോവാം. ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ് കേട്ടോ. നമ്മൾ ജിമ്മിലോ സ്റ്റാർബക്സിലോ പോകാമെന്ന് വെച്ചു, പക്ഷേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാര്യം നമ്മൾ പിന്നെ ഓർക്കുന്നത്. I'll go for 1 masala chai, then milk coffee, and then 1 vegetable samosa. Yeah, yes. Yeah, that's it. Thank you. ചൂടാണോ? അജ് നുന്നുൻ്റെ ഐസ് ടീ, മിൽക്ക് കോഫി. ഞാൻ പറഞ്ഞത് മസാല ചായ്. നമുക്കിത് സമോസ ഉണ്ട്. ആണോ? കഴിച്ചു കഴിക്കുക, എങ്ങനെയുണ്ടെന്ന് നോക്കി. ഇവിടുത്തെ ഫുഡൊക്കെ ആക്ച്വലി നല്ലതാണ്. ഇത് എവറസ്റ്റ് എന്നുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഇത് ചെറിയ ചട്നിയൊക്കെ വെച്ചിട്ടുണ്ട് സൈഡിൽ. ചൂട് കൂടുതല. ചൂടുള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങോട്ട് അറിയാൻ പറ്റുന്നില്ല ഇതിൻ്റെ ടേസ്റ്റ്. കാപ്പി നല്ല ചൂടാണ്, അതുകൊണ്ട് ചായ എൻ്റെ ചായയാണ്. ഇതിൽ ഏലക്കയോ മസാല ടീ ആയതുകൊണ്ട് ഏലക്കയുടെ ടേസ്റ്റും കൂടെ എനിക്ക് വരുന്നുണ്ട്. 5 മണി സമയം പോകുന്ന അറിഞ്ഞില്ലല്ലേ. നമ്മൾ ഈ മോളിൻ്റെ അകത്ത് ഇറങ്ങിയ തേരാ പറ നടക്കുമ്പോൾ നമുക്ക് സമയം പോകുന്നത് അറിയില്ല ഗൈസ്. നമ്മളിപ്പോഴേ 3 മണിക്ക് എന്താ വന്നതാ കേട്ടോ. ഇത്രയും നേരം ഓരോ സാധനമൊക്കെ വാങ്ങിച്ചിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്നുകൊണ്ട് ഓഫീസിൽ മാനേജർ നോക്കുമ്പോ താങ്കളെന്താ ഇവിടെ ഓഫീസ് ലോഗൗട്ട് പോലും ചെയ്തിട്ടില്ലല്ലോ. വീഡിയോ ഈ വീഡിയോ അല്ലേ. 5 മണി വരെ ഓഫീസ് ടൈമാണേ. 3 മണിക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കാണല്ലോ. ഞാൻ ജാക്കറ്റ് കൂട്ടിയിട്ട് എനിക്ക് ചൂട് എടുക്കാൻ തുടങ്ങി. ആണോ? അങ്ങനെ എൻ്റെ നിൻ്റെ എന്നൊക്കെ ഉണ്ടോടാ? നീ ആള് കൊള്ളാലോ. ക്രൂരനാണ് ഗൈസിവൻ. എൻ്റെ നിൻ്റെ എന്നൊക്കെ ഉണ്ടോ? ഒരു സമൂസയുടെ പേരിൽ ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയാൻ ഉണ്ടെന്ന്. അത്രേ ഉള്ളൂ നിനക്ക്. ആണോടാ? എനിക്കൊരു സ്ലിം ആയിട്ടുള്ള സമൂസയാണ് കുറച്ചുകൂടി ഇഷ്ടം അല്ലേ.
ഇഷ്ടമാണ്. ആണോ? എനിക്കിങ്ങനെ ഉണ്ട സമോസ ഇഷ്ടമില്ല ആക്ച്വലി. അല്ലെങ്കിൽ നാട്ടിൽ മറ്റേ വെള്ള പാക്കറ്റിൽ കിട്ടത്തില്ലേ, 4-5 ചെറുത്, അതെനിക്കിഷ്ടമാണ്. എനിക്ക് ഒന്നെങ്കിൽ അതല്ലെങ്കിൽ ഇത് നടുക്കത്തുള്ള അത് ഇഷ്ടമില്ല. എനിക്കും കുഞ്ഞത് ഇഷ്ടമാണ്, ഇതിലും കുറച്ചുകൂടെ ചെറുതും ഇഷ്ടമാണ്. എനിക്ക് പക്ഷേ ഇങ്ങനെ ബൾക്കി ആയിട്ടിരിക്കുന്ന വലിയ സമോസ എന്തോ ഇട്ടില്ല. ഈ ക്യാമറ എവിടെയെങ്കിലും വെക്കാനുള്ള കഷ്ടപ്പാടുണ്ടായിരുന്നേ. എൻ്റെ ജാക്കറ്റിൽ നമ്മുടെ ഓസ്മോ ഉണ്ട്, പക്ഷേ ഇനി അതും കൂടി എടുത്തിട്ട് അതിലും ഇതിലും എല്ലാം കൂടെ വീഡിയോ ആയി പോകില്ലെന്ന് വെച്ചാൽ ഫോണിൽ വന്ന് നിൽക്കും. എന്തോ പറയാൻ വന്നു, അതിൻ്റെ ശ്രദ്ധ തെറ്റിച്ചു പോയി. എൻ്റെ ശ്രദ്ധ പോയി, ഫ്ലോ അങ്ങ് പോയി. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ആക്ച്വലി വിൻ്റർ മാത്രമല്ല സ്നോയും സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം സ്നോ ഉണ്ടായിരുന്നു, വെൻസ്ഡേ സ്നോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ വലിയ സ്നോ ഒന്നും ഉണ്ടായിട്ടില്ല. വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ നാളെയൊക്കെ നല്ല സ്നോ വരവായിരിക്കും. ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ആ വിഷമം അങ്ങോട്ട് തീർക്കാൻ വേണ്ടി അവൻ്റെ വരണം. വിഷമിക്കണ്ട, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തണുക്കാനുള്ളതാണ്. കുറേ നാളുകൂടെ സമോസ കഴിക്കുന്നത്. നമ്മൾ ഈ ഇടയ്ക്കൂടെ പോയപ്പോൾ കഴിച്ചായിരുന്നല്ലോ. ഇവിടെ ഹാമിൽട്ടണിൽ അങ്ങനെ സമോസ കഴിച്ചിട്ടില്ല. എവിടെ? അയ്യോ, അത് മറന്നുപോയി. നമ്മുടെ വീക്കെൻഡ് വൈസ് സ്നോ കുളവാക്കുന്ന പറഞ്ഞു. അങ്ങനെ സ്ഥലത്തൊക്കെ പോകണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം സ്നോ ആയതുകൊണ്ട് നമ്മുടെ കാറ് സർവീസിന് കൊടുത്തിട്ടില്ല. ഈ ആഴ്ചയൊക്കെ കിരൺ നല്ല തിരക്കായിരിക്കും. കഴിഞ്ഞ ആഴ്ച കിരണിനും വയ്യായിരുന്നു, അതിന് മുന്നത്തെ ആഴ്ച എനിക്കും വയ്യായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഓരോ ആഴ്ചയും ഞങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് ഓരോ ഇതായി പോയതുകൊണ്ടാണ് കാറ് സർവീസ് കൊടുക്കാൻ പറ്റാത്തത്. ഈ വീക്കെൻഡ് നമുക്കൊന്ന് എന്നാ പറയാം ലോങ് ഒക്കെ പോകണം എന്നുണ്ടായിരുന്നു, പക്ഷെ അപ്പം സർവീസിന് കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. കഴിച്ചു സ്നേഹമേ, ഞാൻ കഴിച്ചോളെ. കളയണ്ട, പാവം ഒരു സമോസ പ്രേമി അല്ലേ എന്നിട്ട് ചെയ്തെടുക്ക ഗൈസ്. അത് പറഞ്ഞപ്പോഴാ ഞങ്ങൾ ഇന്നൊരു മൂവി കണ്ടു ഇന്നലെ. ഏതാണ് നീ കണ്ട് ക്ഷീണിച്ച് ഉറങ്ങിപ്പോയ പടം? പുഷ്പ. ഇരുപതാണ്. ഓക്കെ മൂവി എനിക്ക് ഇഷ്ടപ്പെടായിക്കൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഒരിക്കലും പറയില്ല, എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഞാൻ വിചാരിച്ച എൻ്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല പടം. ഞാൻ ഭയങ്കരമായിട്ട് കുറേ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊരു ചെറിയൊരു തോന്നലുണ്ടായിരുന്നു. അയ്യോ, ഫസ്റ്റിലൊന്നുമില്ല. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇപ്പം എല്ലാവരും റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. അതാണ് പ്രശ്നം, നമ്മൾ മലയാളികളായിട്ട് സിനിമ കാണുന്നുണ്ട്. നമുക്ക് സാധാരണ മലയാള സിനിമയിൽ വേറെ ലാംഗ്വേജിൽ വില്ലന്മാർ വരില്ല, അപ്പോൾ അവർക്കത്ര ഉണ്ടെങ്കിലും അത്ര ഇമ്പാക്റ്റ് ഇല്ല. അതുപോലെ ഇത് സ്റ്റാർട്ടിങ്ങിൽ ജപ്പാനിൽ പോയിട്ടൊരു സീനൊക്കെ കാണിക്കുന്നത് എന്തിനായിരുന്നു ആ സീൻ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പിന്നെ എവിടെയും കാണിക്കുന്നില്ല. തിരിച്ചു വാങ്ങിക്കാൻ ശരിയാണല്ലോ, ഇല്ല ആ സീൻ കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിച്ചത്? ആ സ്റ്റാർട്ടിങ്ങിൽ സ്വപ്നമായിട്ട് എന്തോ ആണെന്ന് തോന്നുന്നു അവർ ഉദ്ദേശിച്ചത്, പക്ഷെ പിന്നെ അതെവിടെയും കാണിക്കുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ എനിക്ക് എവിടെയും കൂടെ ഒരു കംപ്ലീഷൻ ഇല്ലാത്തൊരു ഫീലിംഗ് തോന്നി. അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ ഇത്രയും ഇത് കൊടുക്കാൻ പാടില്ല, ഇത്രയും വലിയ ഹൈപ്പ് കൊടുത്തിട്ട് സെക്കൻഡിൽ ഒന്നുമില്ലാത്ത രീതിയിൽ ഫസ്റ്റ് പേഴ്സണിലെ ക്യാരക്ടർ ആയിക്കണം. എനിവേ പടം അറ്റ് ഹോൾ കുഴപ്പമില്ല, വൺ ടൈം വാച്ചാണ്. അതിൽ കൂടുതലൊന്നും അല്ലു അർജുൻ ഫാൻസിന് ഇഷ്ടാവും. പുള്ളിക്കാരൻ്റെ ആ ഒരു ആ സാധനമൊക്കെ നൈസായിരുന്നു, അതൊക്കെ ഒന്നും പറയാനില്ല. അല്ലാണ്ട് പുള്ളിയുടെ പെർഫോമൻസും പുള്ളിയുടെ ആ ഒരു സ്വാഗും ഒക്കെ കണ്ടിരിക്കാനുണ്ട്. അല്ലാണ്ട് പടം മൊത്തത്തിൽ വൺ ടൈം വാച്ച് അത്രേ ഉള്ളൂ. അത്രയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഇപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് അതും കൂടെ അങ്ങ് ആഡ് ചെയ്തതാണ്. അപ്പം എൻ്റെ കാപ്പിയാണ് തീരാത്ത അല്ല എൻ്റെ ചായയാണ് തീരാത്തത്. ഇനി തണുപ്പത്തോട്ട് ഇറങ്ങുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ചെറിയൊരു നെഞ്ചിടിപ്പ് പോലെ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, നമ്മുടെ ഓസ്മോ പോക്കറ്റ് 3 കൊണ്ടായിരുന്നു ഞാൻ വന്നത്.
പക്ഷേ ഇനി ഒരു ക്ലിപ്പ് മാത്രമായിട്ട് അതിൽ എടുക്കാനുള്ള മടി കാരണം ഞാൻ ഫോണിൽ തന്നെ എടുത്ത് കംപ്ലീറ്റ് ചെയ്യണം ഈ വീഡിയോ. എന്തല്ലേ കിരുത കെട്ടി ചുറഞ്ഞു വന്നിരിക്കുക. ഞാൻ സാധനം വാങ്ങിച്ചു വന്നിട്ട് അപ്പം അത് യൂസ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യാൻ ചില സമയങ്ങളിൽ നമ്മുടെ അവസ്ഥ പോകുന്നുണ്ട്. ചെറിയ മടിയൊക്കെ ഉള്ളൂന്നേ ഉള്ളൂ. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ പാവമാണല്ലേ. എല്ലാം കയറ്റി ഇട്ടിട്ട് വേണം ഇവിടെ നിറങ്ങാൻ. ഫീൽസ് ലൈക്ക് -12 ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അതിലും കൂടിയെങ്കിലേ ഉള്ളൂ. കുറച്ചുകൂടെ ഇരുട്ടായല്ലോ. ഒരു ലോഡ് സാധനങ്ങളും ഉണ്ട്. വേറെ ഒന്നുമില്ലല്ലോ. പക്ഷേ ടിഷ്യൂ വേണോ? നാപ്കിൻ? ജാക്കറ്റും ബീനിയൊക്കെ ഇട്ട് പുറത്തോട്ടൊക്കെ ഞാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഈ ഷോപ്പിലാണ് നമ്മൾ വന്നത് ഗൈസ്. ഗ്ലൗസ് കേട്ടെ. നല്ല പൊരിഞ്ഞ തണുപ്പാണ്. പൊരിഞ്ഞ ചൂടെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ തണുപ്പാണ് പുറത്ത്. ഓക്കെ ഗൈസ്, നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. കുഴപ്പമില്ല. തുറന്നപ്പോൾ പെട്ടെന്നൊരു കാറ്റ് ചെവിയിലോട്ട്. കഴിഞ്ഞ ദിവസത്തെ മഞ്ഞ് വീണ്ടുന്ന വന്ന മഞ്ഞെടുത്ത് വെച്ചത് കണ്ടോ. നമ്മളിവിടെ ക്രോസ് ചെയ്യാൻ വേണ്ടി സിഗ്നലിൽ വെയിറ്റ് ചെയ്യും. അതെ, അല്ല 5:05 കഴിഞ്ഞാണ് ഇപ്പോൾ. 5:30 ആയപ്പോൾ ഉള്ള ഒരു അന്ധകാരമാണ് നിങ്ങളീ കാണുന്നത് ഗൈസ്. ഫോണിൽ കുറച്ചുകൂടെ വെട്ടമുണ്ടല്ലോ. അത്രയും വെട്ടമില്ല കേട്ടോ ശരിക്കും. അയ്യോ, ഫ്ലറീസ് തുടങ്ങി ഗൈസ്. കാണുന്നുണ്ടോ ഗൈസിന്? ഈ വീഡിയോയിലൊന്നും കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു. എന്താണെങ്കിലും എന്തോ വെള്ള കളർ സാധനം നമ്മുടെ ദേഹത്തോട്ടൊക്കെ വീണായിരുന്നു. ലബു അയ്യേ. നിങ്ങൾ ആ ഇതിലോട്ട് നോക്കിയേ. ഇതുണ്ടോ ഫ്ലറീസ് ഗൈസ്, ഫ്ലറീസ്. ശരിക്കും ഫ്ലറീസ് തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ടോ കൊള്ളാം. ഞങ്ങളിങ്ങനെ റോഡിൽ കൂടെ പോകുന്നവരുടെ ഡ്രസ്സിങ്ങും അവരുടെ സ്റ്റൈലും ഒക്കെ നോക്കി നടക്കുക. ഈ തണുപ്പത്ത് അവരെങ്ങനെയൊക്കെയാണ് ഡ്രസ്സ് ചെയ്തേക്കുന്നത്, വിൻ്റർ വെയർ എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാം, ഇതൊക്കെയാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ചിലർ നിക്കറൊക്കെ നടക്കുന്നു കേട്ടോ. ചിലർ എങ്ങനെ അത് പറ്റുമെന്ന് എനിക്കറിയില്ല. ജാക്കറ്റൊക്കെ ഇടുവാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാണ്ട് ഫുൾ ടൈം എങ്ങനെയാണ് അവർ ഈ ഷോർട്ട്സൊക്കെ ഇട്ട് തണുപ്പത്ത് നടക്കുന്നത് എനിക്കറിയത്തില്ല. എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ മൂന്നാർക്ക് പോകുമ്പോൾ ഷോർട്ട്സൊക്കെ ഇടുമായിരുന്നു. പക്ഷെ ആ ഒരു തണുപ്പല്ല ഇവിടെ. ഞങ്ങൾ ഒരു സ്ഥലം വരെ എത്തിയിരിക്കുകയാണ്. കഞ്ചാവ് കട കാണിച്ചു കൊടുക്കാം. Orangezilla, Cola Chaos, and Crazy Cream Soda, all kind of like pop flavor. Oh, it's kind of just a flavor thing, because it'll probably get. ഇതൊക്കെ ഡ്രിങ്ക്സ് ആണ് കേട്ടോ. ഞങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ജസ്റ്റ് എന്തൊക്കെയാണ് ഇവിടെ ഉള്ള ഐറ്റംസ് അറിയാൻ വേണ്ടി കയറിയതാണ്, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നമ്മൾ വീട്ടിലോട്ട് നടന്ന് ഏകദേശം എത്താറായിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ ഫ്ലറീസ് ശരിക്കും വീഴുന്നുണ്ട് കേട്ടോ. പിന്നെ കണ്ണിലോട്ടൊക്കെ വീഴുന്നു. കണ്ടു ഗൈസ്. അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് ഗൈസ്. നമ്മളൊന്ന് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നേരത്തെ വീണ് കിടക്കുന്ന സ്നോയിൽ തെന്നി നമ്മൾ വീഴുന്നതായിരിക്കും. അതുകൊണ്ട് നോക്കി ഇങ്ങോട്ട് നടക്കണം. എന്താ മൊത്തം ഗ്ലെയർ? നീ മറ്റേ കൈ വെച്ച് ശരിയാക്കിട്ട് കുറച്ചുകൂടെ കുളമാക്കി തന്നു. താങ്ക്സ് ഡാ, താങ്ക് യു. എന്റെ സ്ക്രീൻ ഭയങ്കര എന്നാ പറയാ, പുതിയ ഫോൺ വാങ്ങിച്ചു പറഞ്ഞില്ലേ. ഹൈ, ഞാൻ പറഞ്ഞാണ് ഗൈസ് എനിക്ക് 16 Pro വേണമെന്ന്. ഞാൻ പക്ഷെ ഇപ്പൊ വേണോ, ക്രിസ്മസ് ടൈമിൽ വേണോ, ന്യൂ ഇയർ ടൈമിൽ വേണോ എന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പോ എടുക്കും, ചിലപ്പോ എടുക്കില്ല. ഇങ്ങനത്തെ വീഡിയോസ് എടുക്കാൻ ഇതിൽ കൂടുതൽ നല്ലൊരു സാധനം ഓസ്മോ കയ്യിലുണ്ട്. കറക്റ്റ് ആണ്. മൊബൈലിന്റെ കാര്യം പറയും. അല്ല, ഇത് പൊട്ടി ഗൈസ്. ഈ ഫോണിന്റെ പുറകൊക്കെ പൊട്ടിയിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ടത്. ഇതെന്താണ് ഇത് ലൈനൊക്കെ വരുന്നത് ഗൈസ്? നിന്റെ പ്രൊഫഷൻ ഗ്ലാസുമാണ്, അത് ഷാറ്ററുമാണ്. അതാണ് പ്രശ്നം. നല്ല രസമായിട്ട് ട്രിപ്പുണ്ട്. ചിന്നി ചെതറിയിരിക്കുക ഫോണിന്റെ ബാക്ക് സൈഡ്.
അപ്പൊ അതുകൊണ്ട് ഇനി ഇത് വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് കൊടുക്കണം, എത്രയും പെട്ടെന്ന് ട്രേഡിങ് ചെയ്ത് മാറ്റിയ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാറ്റിയ. 5 പൈസ കിട്ടില്ല ഗൈസ്. അങ്ങനെ ഞാൻ പെട്ടുപോയി ഗൈസ്, പെട്ടുപോയി. അറിയില്ലല്ലോ, 5 മണിയാണോ? നമുക്കേ ഇന്നിപ്പോ ഫയർ അലാം ടെസ്റ്റ് ആയിരുന്നു വീട്ടില്. അപ്പൊ രാവിലെ തൊട്ട് ഫയർ അലാം ചുമ്മാ അടിച്ചോണ്ടിരിപ്പുണ്ട് നമ്മുടെ അപ്പാർട്ട്മെന്റിൽ. ഫയർ അലാം ഒക്കെ ശരിയായിട്ടുണ്ടാവണം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കയറട്ടെ. ഹൈ പോയോ? ആ കണ്ടോ പുക, കണ്ടോ പുക. മണാലിയൊക്കെ പോയൊരു ഇഫക്റ്റ്. മണാലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വർഗം എന്ന് തോന്നുന്നു. നമ്മൾ വാങ്ങിച്ച ഷ്രിംപ് എല്ലാം കൂടെ പീൽ ഷ്രിംപാണ് കേട്ടോ, റോ പീൽ ഷ്രിംപ്. അപ്പോൾ ഞാൻ അത് പൊട്ടിച്ചു. 2 പാക്കറ്റ് ഓൾറെഡി ഇട്ടുതേ. ഇതിപ്പോൾ 3ാമത്തെ പാക്കറ്റും കൂടി ഇട്ട് ഇതൊന്ന് വാഷ് ചെയ്യാൻ പോവാ. വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ സമോസ കഴിച്ചിട്ടാണ് വന്നത്. എന്നാലും ചെറുതായിട്ടൊരു വിശപ്പ്, കാരണം കഴിഞ്ഞ ആഴ്ച ഇത് ഉണ്ടായി കഴിച്ചപ്പോൾ ഭയങ്കര യമ്മിയായിരുന്നു. അതുകൊണ്ട് ഇതിന്റെ കാര്യം ഓർക്കുമ്പോഴേ കഴിക്കാൻ തോന്നുന്നു. അതുകൊണ്ടുള്ളൊരു വിശപ്പാണ് കേട്ടോ, അല്ലാണ്ടുള്ള വിശപ്പല്ല. ഇല്ല, ഇതെല്ലാം ഒന്നുമില്ല. ഇതിപ്പോ ഒരു 3 കവർ മൊത്തം ഞാനിട്ടുണ്ട്. ഇതിലിപ്പോ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഇപ്പൊ വർക്ക് ബാക്കി ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ ആവശ്യമുള്ളത് വീണ്ടും വീണ്ടും വർക്കാലോ. അപ്പൊ ഞാൻ മാരിനേറ്റ് ചെയ്ത് കുക്ക് ചെയ്യാൻ നിങ്ങളെ കാണിച്ചു തരാം. കുക്കല്ല, ഓൾറെഡി കുക്ക്ഡ് ആണ്. മീൻ വർക്കാണ് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഓൾറെഡി ഒരു സെറ്റ് വർക്കാണ് ഇട്ടു. ബാക്കി ഇനി മാരിനേറ്റ് ചെയ്യാൻ ഞാൻ കവറിലോട്ട് മാറ്റുകയാണ്. സിപ്ലോക്ക് ഓരോന്ന് തുറന്നാൽ നമുക്ക് ഇച്ചിരി കൂടെ വെല്ലുന്നതാണ്. കുഞ്ഞായിപ്പോയി. കരിഞ്ഞോന്ന് ചോദിച്ചാൽ കരിഞ്ഞിട്ടില്ല. അതങ്ങനെ നല്ല ക്രിസ്പ് ആയതാണ്, കരിഞ്ഞല്ലോ കേട്ടോ. ഗൈസ്, അപ്പോൾ ഞങ്ങളൊന്ന് ചില്ല് ചെയ്യാൻ പോവാ. വീക്കെൻഡാണ്. സോ ഇനി കൂടുതൽ നേരം ഞാൻ ഈ വ്ളോഗ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇന്നത്തെ തണുത്ത വെളുപ്പങ്കൽ എന്നൊക്കെ പറഞ്ഞ തണുത്ത ഈവനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക വീഡിയോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായില്ലയോ, ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.